ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് സ്റ്റോക്ക് ആഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മാസ്റ്റർ ടാബിലേക്ക് വരിക. ഇവിടെ ഐറ്റം മാസ്റ്ററിൽ പോയാൽ നിങ്ങൾക്ക് ഇവിടെ ഐറ്റംസ് ഒക്കെ ലിസ്റ്റ് ചെയ്ത് വരും. ഇപ്പോൾ ഐറ്റംസ് ഒന്നും തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് എക്സൽ ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മാനുവലി ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൊടുക്കുന്ന ന്യൂ ഐറ്റം എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഐറ്റം കോഡ് കൊടുക്കാം. ജസ്റ്റ് ഇതൊന്നും മാൻഡേറ്ററി അല്ല, നമുക്ക് HSN കോഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. പിന്നെ ഐറ്റം നെയിം കൊടുക്കാം. ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്താൽ തന്നെ താഴത്തെ കോളത്തിലേക്ക് വരും. അപ്പോൾ നേറ്റീവ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഗ്രൂപ്പ് ഇപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് തന്നെ Ctrl+A പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഫോം വരും. ഇവിടെ നമുക്ക് പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് ജസ്റ്റ് എസ്കേപ്പ് പ്രസ് ചെയ്താൽ തന്നെ ഈ ഫോം ക്ലോസ് ആയിക്കോളും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പ് ഇവിടെ സെലക്ട് ചെയ്യാം. കാറ്റഗറി നമുക്ക് ലാപ്ടോപ്പ് കൊടുക്കാം. അപ്പോൾ ലാപ്ടോപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ Ctrl+A പ്രസ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ലാപ്ടോപ്പ് എൻ്റർ ചെയ്യുക. Ctrl+S അടിച്ചാൽ അത് സേവ് ആയിക്കോളും. ഓക്കെ, ജസ്റ്റ് എസ്കേപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് പഴയ ഫോമിലേക്ക് വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ലാപ്ടോപ്പ് സെലക്ട് ചെയ്യുക. പിന്നെ ബ്രാൻഡ് നമുക്ക് ജസ്റ്റ് ലെനോവോ കൊടുക്കാം. അതും ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം. അതിന് ഇവിടെ നിന്നും Ctrl+A പ്രസ് ചെയ്യുക. ഇവിടെ ലെനോവോ നമ്മൾ ബ്രാൻഡ് നെയിം എൻ്റർ ചെയ്യുക. then Ctrl സേവ് അടിക്കുക. നമുക്ക് ഐറ്റം സേവ് ആവും. ഇവിടുന്ന് ലെനോവോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് ഞാനിപ്പോൾ MTA കൊടുക്കുകയാണ്. MRP നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സെയിൽസ് റേറ്റും കൊടുക്കുക. നമുക്ക് ഹോൾസെയിൽ റേറ്റും കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനതൊന്നും കൊടുക്കുന്നില്ല. എൻ്റർ അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൊക്കേഷൻ നമ്മളിപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ബാർകോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ബാർകോഡ് ഇവിടെ സ്കാൻ ചെയ്ത് കൊടുക്കാം. പിന്നെ പർച്ചേസ് റേറ്റ് കൊടുക്കാം. നമുക്ക് പുറകിലോട്ട് പോകാൻ നമുക്ക് ജസ്റ്റ് ഷിഫ്റ്റ് ടാബ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ബാക്കോട്ട് പുറകിലത്തെ ടെക്സ്റ്റ് ബോക്സിലേക്ക് ഫോക്കസ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ബാർകോഡ് ഉണ്ടെങ്കിൽ നമ്മളിവിടെ റീഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പർച്ചേസ് റേറ്റ് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. പിന്നെ ടാക്സിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ടാക്സ്, SGST, അതുപോലെ തന്നെ IGST, ബാച്ച് നമ്പറും എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാം. സീരിയൽ നമ്പർ അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. പിന്നെ നമുക്ക് ജസ്റ്റ് Ctrl+S പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സേവ് ആയിക്കോളും. അതുപോലെ നമുക്ക് ഇവിടെ ഈ സെയിൽസ് റേറ്റ് ഒന്ന് നോക്കാം. ഇവിടെ സെയിൽസ് റേറ്റ് MRP ഹോൾസെയിൽ റേറ്റ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഏതിലാണോ നമ്മൾ ടിക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ റേറ്റ് ആയിരിക്കും നമ്മുടെ സെയിൽ വിൻഡോയിലേക്ക് വരിക. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ സെയിൽസ് റേറ്റാണ് ടിക്കറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെയിൽസ് റേറ്റ് ഈ 43,000 ആണ് നമുക്ക് ബില്ലിൽ വരിക. അപ്പോൾ നിങ്ങൾക്ക് MRP ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് MRP ടിക്കറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് Ctrl+S അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഐറ്റം ഇവിടെ സേവ് ആയിക്കോളും. നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഐറ്റം നെയിം ഞാനിപ്പോൾ ആപ്പിൾ എന്ന് കൊടുക്കുകയാണ്. നേറ്റീവ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. അല്ലാതെ ഗ്രൂപ്പ് ജസ്റ്റ് ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുക. കാറ്റഗറി MTA കൊടുക്കുകയാണ്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ MTA കൊടുക്കുകയാണ്. സെയിൽസ് റേറ്റ് ഞാനിപ്പോൾ ഒരു 50 കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ജസ്റ്റ് പർച്ചേസ് റേറ്റ് കൂടി കൊടുക്കാം. ടാക്സ് ഒന്നും എൻ്റർ ചെയ്യുന്നില്ല. ജസ്റ്റ് നമുക്കിവിടെ സേവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരു ഐറ്റം കൂടി ക്രിയേറ്റ് ചെയ്യാം. ഒരു പോൺസ് 50 ഗ്രാമിൻ്റെ ഒരു പോൺസ് പൗഡർ ക്രിയേറ്റ് ചെയ്യാം. ഗ്രൂപ്പ് നമുക്കിപ്പോൾ കോസ്മെറ്റിക്സ് കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. കാറ്റഗറി നമുക്കിപ്പോൾ പൗഡർ എന്ന് കൊടുക്കാം.
ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ബ്രാൻഡ് നമുക്കിപ്പോൾ പോൺസ് കൊടുക്കാം. അത് ക്രിയേറ്റ് ചെയ്ത് പുതിയൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് സെയിൽസ് റേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ പർച്ചേസ് റേറ്റ് കൊടുക്കുക. ബാർകോഡ് ഉണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബാക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത 3 ഐറ്റം ഇവിടെ നമുക്ക് കാണാം. ഇതിപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം എല്ലാത്തിനും സ്റ്റോക്ക് 0 ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഐറ്റംസ് ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോക്കിലുള്ള എല്ലാ ഐറ്റംസും ക്രിയേറ്റ് ചെയ്യണം. അതിനായി ഒന്നുകിൽ നമുക്ക് എക്സൽ ഇമ്പോർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മാനുവലായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ഇതിനൊക്കെ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ടാബിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് പർച്ചേസ് എന്നൊരു മെനു കാണും. ഇവിടെ ഇത് പർച്ചേസ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു സപ്ലയർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാനിപ്പോൾ ഓൾറെഡി 2 സപ്ലയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുതിയൊരു സപ്ലയറാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പുതിയ സപ്ലയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സപ്ലയർ നെയിം, മൊബൈൽ നമ്പർ, അഡ്രസ്സ്, ഇമെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ക്യാഷ് അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് കിട്ടാനുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. നമുക്ക് വേറെ ലെഡ്ജറും കാര്യങ്ങളൊന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ഒരു ജസ്റ്റ് സപ്ലയർ സെലക്ട് ചെയ്യാം. അതായത് നമുക്ക് ഐറ്റംസ് ആഡ് ചെയ്യാം ഇതിലേക്ക്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിവിടെ ക്യാഷ്, ക്രെഡിറ്റ് എന്നുള്ള 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്യാഷ് ടിക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ക്രെഡിറ്റ് ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഐറ്റം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതുപോലെ തന്നെ ഇൻവോയ്സ് നമ്പർ നമുക്കിവിടെ കൊടുക്കാം. ഐറ്റം സെലക്ട് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് ഈ ഐറ്റം കോഡിൽ വെച്ച് ബാർകോഡ് റീഡ് ചെയ്താലും ഐറ്റം ഡിസ്പ്ലേ ആവും. അതുപോലെ തന്നെ അതല്ലെങ്കിൽ നമുക്ക് അഡ്വാൻസ് സെർച്ച് ആണ് വേണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐറ്റം ലിസ്റ്റ് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഈ ഐറ്റത്തിൻ്റെ പേരുള്ള ഏതെങ്കിലും ഒരു പാർട്ട് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഐറ്റം ഫിൽട്ടർ ആയിക്കോളും. അതേപോലെ തന്നെ ഐറ്റം കോഡ്, ബാർകോഡ് എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇത് ഫിൽട്ടർ ചെയ്തെടുക്കാം, സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ജസ്റ്റ് നമ്മുടെ കീബോർഡിൽ ആരോ കീ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഐറ്റം സെലക്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഏത് ഐറ്റമാണ് സെലക്റ്റഡ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യേണ്ട ഐറ്റത്തിൽ ഫോക്കസ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഐറ്റം നമ്മുടെ പർച്ചേസ് ഫോമിലേക്ക് വരുന്നതായിരിക്കും. അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ക്വാണ്ടിറ്റി എത്രയാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അത് കൊടുക്കുക. പിന്നെ നമുക്ക് അടുത്ത ഐറ്റം സെലക്ട് ചെയ്യാം. അതിൻ്റെ ക്വാണ്ടിറ്റി ജസ്റ്റ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്മൾ ഐറ്റം ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളൊരു പുതിയൊരു ഷോപ്പാണെങ്കിൽ നിങ്ങൾ എല്ലാ ഐറ്റവും ക്രിയേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ പർച്ചേസ് സെൻറ്റർ വഴി നമുക്ക് സ്റ്റോക്ക് ആഡ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് കൺട്രോൾ എസ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഐറ്റം ഇവിടെ സേവ് ആയിക്കോളും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇൻവെൻറ്ററി ടാബിലേക്ക് പോകാം. ഇവിടെ സ്റ്റോക്ക് ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റോക്കൊക്കെ ഡിസ്പ്ലേ ആയത് കാണാം. എല്ലാത്തിൻ്റെ സ്റ്റോക്ക് ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ ഫോമിലും നമ്മൾ ഒരു സെറ്റിങ്സിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏതൊക്കെ ഫീൽഡാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ടിക്ക് ഇട്ട് കൊടുത്താൽ മതി. ഏതെങ്കിലും ഫീൽഡ്സ് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് അൺടിക്ക് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നത് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.